താൽ താൽ വരിക, താൽ വരിക. നമ്മൾ വരാൻ പറയുകയാണ്. താൽ വരിക. റുഹ് പോകുക, റുഹ് പോവുക. താൽ വരിക, റുഹ് പോകുക. ഖും ഖും എഴുന്നേറ്റ് നിൽക്കുക. ഖും എഴുന്നേറ്റ് നിൽക്കുക. ഖും എഴുന്നേറ്റ് നിൽക്കുക. ഖുദ് ഹാദാ ഇത് പിടിക്കുക. ഖുദ് ഹാദാ ഖുദ് ഹാദാ ഇത് പിടിക്കുക. കുൽ ഹാദാ ഇത് കഴിക്കുക. കുൽ ഹാദാ ഇത് കഴിക്കുക. കുൽ ഹാദാ ഇത് കഴിക്കുക. ഈ സ്ഥാനത്ത് കുൽ വാ നിറച്ച് ശബ്ദം കയറ്റിപ്പോയാൽ ഇത് പറയുക എന്നർത്ഥം വരും. കുൽ എന്നല്ല, വെറും കാക്കി കു. കുൽ ഹാദാ ഇത് തിന്നുക, ഇത് ഭക്ഷിക്കുക, ഇത് കഴിക്കുക. അക്ഷരം മാറുമ്പോൾ അർത്ഥം മാറും. കുൽ ഹാദാ ഇത് കഴിക്കുക. ഇഷ്റബ് ഹാദാ ഇത് കുടിക്കുക. ഇഷ്റബ് ഹാദാ ഇത് കുടിക്കുക. ഇഷ്റബ് ഹാദാ ഇത് കുടിക്കുക. താൽ താൽ വരിക. താൽ വരിക. താൽ വരിക. റുഹ് പോവുക. റുഹ് പോകുക. താൽ വരിക, റുഹ് പോകുക. ഖും എഴുന്നേറ്റ് നിൽക്കുക. ഖും ഖും എഴുന്നേറ്റ് നിൽക്കുക. ഖും എഴുന്നേറ്റ് നിൽക്കുക. ഖുദ് ഹാദാ ഇത് പിടിക്കുക. ഖുദ് ഹാദാ ഇത് പിടിക്കുക. ഖുദ് ഹാദാ ഇത് പിടിക്കുക. കുൽ ഹാദാ ഇത് കഴിക്കുക. കുൽ ഹാദാ ഇത് കഴിക്കുക. കുൽ ഹാദാ ഇത് കഴിക്കുക. ഇഷ്റബ് ഹാദാ ഇത് കുടിക്കുക. കുൽ ഹാദാ ഇത് കഴിക്കുക. ഇഷ്റബ് ഹാദാ ഇത് കുടിക്കുക. ഇഷ്റബ് ഹാദാ ഇത് കുടിക്കുക. ഒരു പ്രാവശ്യം. താൽ വരിക. റുഹ് പോകുക. ഖും എഴുന്നേറ്റ് നിൽക്കുക. ഖുദ് ഹാദാ ഇത് പിടിക്കുക. കുൽ ഹാദാ ഇത് കഴിക്കുക. കുൽ ഹാദാ ഇത് കഴിക്കുക. ഇവിടെ ഒരു അർത്ഥത്തിനൊരു വ്യത്യാസം വരും. അക്ഷരം കുൽ വാ നിറച്ച് കു എന്ന് പറഞ്ഞാൽ വാ നിറച്ച് ഫുൾ ശബ്ദം കയറ്റി പറഞ്ഞാൽ തിന്നുക എന്ന ഭക്ഷിക്കുക എന്നുള്ള അർത്ഥം വരും. ഇവിടെ വെറും കാഫാണ്. കുൽ ഹാദാ ഇത് കഴിക്കുക. മറ്റേത് കുൽ എന്ന് പറഞ്ഞാൽ പറയുക എന്ന. കുൽ ഹാദാ ഇത് പറയുക. വാ നിറച്ച ശബ്ദം കയറ്റി പറയാണ്ട് കുൽ ഹാദാ ഇത് പറയുക എന്ന് പറയും. അവിടെ ഈ അക്ഷരം മാറരുത്. കുൽ ഹാദാ ഇത് കഴിക്കുക. അപ്പോൾ കുൽ എന്ന് പറഞ്ഞാൽ കുൽ ഹാദാ ഇത് കഴിക്കുക. അവിടെ വാ നിറച്ച് ശബ്ദം കയറ്റി പറഞ്ഞാൽ ഇത് പറയുക എന്നർത്ഥം. വാ നിറച്ച് ശബ്ദം കയറ്റി പറഞ്ഞാൽ കുൽ എന്ന് പറഞ്ഞു പോയാൽ കുൽ ഹാദാ എന്ന് പറഞ്ഞാൽ ഇത് പറയുക എന്ന്. ഇവിടുത്തെ അർത്ഥം കുൽ ഹാദാ സാധാരണ പറച്ചയാണ് പറയേണ്ടത്. കുൽ ഹാദാ ഇത് കഴിക്കുക. കുൽ ഹാദാ ഇത് കഴിക്കുക. ഇഷ്റബ് ഹാദാ ഇത് കുടിക്കുക. ഇഷ്റബ് ഹാദാ ഇത് കുടിക്കുക.